ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലൊരു സ്പെഷ്യൽ കോംബോ ആട്ടോ. അതിനാദ്യം തന്നെ ഗീ റൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, ബേ ലീഫ്, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചിയുണ്ട്, കുറച്ച് സവോളയുണ്ട്, ഒരു 2 കഷ്ണം തക്കാളിയുണ്ട് കേട്ടോ. ഇത് ഇച്ചായനെ ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു കുറച്ച് സ്പെഷ്യലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് നമ്മുടെ ജീരകശാല റൈസിലെ അതൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു കുക്കറിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് മസാലകളെല്ലാം ഇട്ട് സവോള ഇട്ട് അത്യാവശ്യം സവോള ഒന്ന് മുരിഞ്ഞ് വരുന്നതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ അകത്തോട്ട് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വറന്ന് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് അതിൻ്റെ കൂടത്തിൽ തന്നെ തക്കാളിയും കൂടെ ചേർത്തു. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി അതൊന്ന് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് യോജിച്ച ആവശ്യത്തിന് ഉപ്പൊക്കെ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. എന്താണെന്നറിയോ? ഒട്ടകമാണ്. ഒട്ടകത്തിൻ്റെ മീറ്റ് ഇവിടെ ലുലുവിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങി എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. എന്നിട്ട് ഇപ്പം ഞാൻ എന്നാ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മീറ്റ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തു. മുളക് പൊടിയൊക്കെ എല്ലാവരുടെയും എരിവിന് ആവശ്യത്തിനുള്ള രീതിയിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതൊരു 2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ടീസ്പൂണാണ് അളവെല്ലാം പറയുന്നത്, കാരണം മീറ്റ് നമുക്ക് ഒരു 1/2 കിലോയേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ ഉലുവയും 1/2 സ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്തു. എന്നിട്ടൊരു കുറച്ച് കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. എന്നിട്ട് ഒരു സവാള, ഒരു വലിയ സവാളയായിരുന്നു ഉണ്ടായിരുന്നത്. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 1.5 സവാള വരെയൊക്കെ എടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒരു പകുതി തക്കാളിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ച് മിക്സാക്കി എടുക്കുക. അതായത് ആ മീറ്റിലേക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ കയറണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഞെരടിയെടുത്ത് ഒരു 1/2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ വെക്കാം, ഇല്ലെന്നാണെങ്കിൽ അങ്ങനെ നമുക്ക് കുക്ക് ചെയ്യുകയാണെങ്കിലും കുക്ക് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേകുന്നതിന്, അതായത് ഇപ്പം വെള്ളമില്ലാതെ തന്നെ നമുക്ക് വേവിക്കാം, പക്ഷേ അത് ഇനി അടി പിടിച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ട്. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇതുവരെ, കാരണം ഈ ഒട്ടകത്തിൻ്റെ പാലിന് കുറച്ച് ഉപ്പ് രസമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് മീറ്റിന് ഉപ്പ് ഉണ്ടെങ്കിലോ എന്നുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗീ റൈസ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഞാൻ ഒന്ന് തുറന്ന് നോക്കുക. ഇനിയിപ്പോൾ അടച്ച് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിപ്പിടിച്ചാലോ എന്നും കൊണ്ട് അതൊന്ന് തുറന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഇപ്പുറത്ത് കുക്കർ ഞാനൊരു 5-6 വിസിലാക്കിയായിരുന്നു. എന്നിട്ട് ഓപ്പണാക്കി നോക്കിയപ്പോഴും കുറച്ചും കൂടെ വേവുണ്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഉപ്പില്ല. അപ്പോൾ പിന്നെ മീറ്റിന് വലിയ ഉപ്പുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്തു. ഒരു 2-3 വിസിലും കൂടെ പിന്നെയും അടിച്ച ശേഷം ഇതൊന്ന് ശരിക്കും വെന്ത് കിട്ടിയത്. എന്നിട്ട് ഇതൊരു പാനിലേക്ക് ഞാൻ അതിൻ്റെ ആ ചാറോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു, കാരണം ഇതൊന്ന് ആ ഒരു വരണ്ട പരുവത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സാക്കി കഴിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫിൻ്റെ ഒന്നും ആ ഒരു ടേസ്റ്റ് ഇതിന് വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് കൊടുത്താൽ ടേസ്റ്റിലൊരു വ്യത്യാസം വരുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിനെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്തോട്ട് ജീരകവും പെരിഞ്ചീരകവും കുറച്ച് പട്ടയും ഒരു 2-3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. എന്നിട്ട് മല്ലി കുറച്ച് ഞാൻ പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ട് വറുക്കുന്നുണ്ട്.
കാരണം ഇതിന് മല്ലിയുടെ ടേസ്റ്റ് ഒരു തുള്ളി മുന്നോട്ട് നിൽക്കുന്നത് നല്ലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മല്ലി സെപ്പറേറ്റ് ഇട്ട്, എന്നിട്ട് അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തു. അന്നേരത്തേക്ക് ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റിയായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി എടുത്താലും ഒപ്പിക്കാം, നമുക്കങ്ങ് കഴിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണമുള്ളത് എന്നാന്ന് വെച്ചാൽ ഈ മീറ്റ് എത്ര കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാമെന്നാണ് പറയുന്നത്. കാരണം ഇതിന് വലിയ നെയ്യുടെ അംശം വരുന്നില്ല. അതൊക്കെ കൂടെ ഓർക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാവുന്ന ഒരു മീറ്റൊക്കെ തന്നെയേ ഉള്ളൂ. അങ്ങനെ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ കോംബോ ഫുഡ്. അതായത് ക്യാമൽ റോസ്റ്റും, അതായത് വറുത്തരച്ച ക്യാമൽ റോസ്റ്റ് അങ്ങനെ തന്നെ പറയണമല്ലോ, അതും നമ്മളുടെ സ്പെഷ്യൽ ഗീ റൈസും. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.